ഇന്നെല്ലാവരും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, വ്യായാമം ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ നല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. എന്നാൽ പോലും നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നില്ല, നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നില്ല അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ? നമ്മൾ ഒരു നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടോ നല്ല വ്യായാമം ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ നല്ലൊരു ആരോഗ്യം നമുക്ക് നിലനിൽക്കണമെന്നില്ല. മറിച്ച് ചില കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യം ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല, എപ്പോഴും നമുക്കൊരു സ്ട്രെസ്സ്. ഏതൊരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമുക്കൊരു നെഞ്ചിൻ്റെ ഉള്ളിലൊരു കനം ഉള്ളതുപോലെ അല്ലേ, എന്തോ ഒരു തലയിലൊരു ഭാരം ഉള്ളതുപോലെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ. ഒരു സന്തോഷം ഇല്ല, ഒരു സമാധാനം ഇല്ലാത്തൊരു ജീവിതം. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങൾ ഒരു ടോക്സിക് ബന്ധങ്ങളല്ലാതെ നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ല സമാധാനവും സന്തോഷവും തരുന്ന റിലേഷൻഷിപ്പ് ഉള്ള ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ആയുസ്സിനും നിങ്ങളുടെ ആരോഗ്യത്തിനും ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ശരീരം പറയുന്ന ആ ഒഴുക്കിൽ ജീവിക്കുക എന്നുള്ളത്. നമുക്ക് ഇന്ന സമയത്ത് ശരീരം പറയുന്നു വിശക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇന്ന സമയത്ത് നമുക്ക് ഉറങ്ങണം എന്ന് ശരീരം നമുക്കൊരു സൂചന തരുന്ന ആ ഒരു ടയേർഡ് ആവുന്ന ഒരു സമയത്ത് നമ്മൾ ഉറങ്ങുക. നമ്മൾ ഉറക്കമൊക്കെ അടക്കി നമ്മൾ രാത്രിയൊക്കെ ഒരുപാട് റീൽസ് കണ്ടും അതേപോലെ തന്നെ നമ്മൾ ഫിലിം കണ്ടും അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ മുഴുകി നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി പറയുന്നതിൽ വിപരീതമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതും നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തിനെയൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം എപ്പോൾ ഭക്ഷണം കഴിക്കണം, എപ്പം ഉറങ്ങണം എന്നെല്ലാം നമ്മുടെ ബോഡി പറയുന്ന ആ ഒരു സമയത്ത്, നമുക്ക് ആ ഒരു തോന്നലുള്ള ഒരു സമയത്ത് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ അടുത്തൊരു കാര്യമാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തിൽ എന്നും രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ബോധ്യത്തിൽ രാവിലെ എഴുന്നേൽക്കുക, മടി കൂടാതെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസം എൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും. കാരണം എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് തരുന്ന രീതിയിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്ത് തീർത്തു. അപ്പം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസും ഒരു സെൽഫ് റെസ്പെക്റ്റൊക്കെ കൂടും അല്ലേ. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു കറക്റ്റായ ഒരു ലക്ഷ്യബോധത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അടുത്തതായിട്ടൊരു കാര്യമാണ്